UGC നെറ്റ് കൊമേഴ്സ് എക്സാമിന് അക്കൗണ്ടിംഗ് സബ്ജക്റ്റിൽ നിന്ന് ഒരുവിധ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മാർജിനൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ CVP അനാലിസിസ്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കൊരു ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് ₹1 lakh, PV റേഷ്യോ 25%, ഫിക്സഡ് എക്സ്പെൻസ് 15,000 15,000. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് നമ്മൾ കാണുക എങ്ങനെയാണ്? കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ടാണ്. ബട്ട് ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ്ലി തന്നിട്ടില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിൽസും PV റേഷ്യോയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. നോക്കാം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. അതായത് സെയിൽസ് 1,00,000 രൂപ, PV റേഷ്യോ 25% ആണ്. കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 25,000. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിക്സഡ് എക്സ്പെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്, പക്ഷേങ്കിൽ പല ആൾക്കാരും ഇത് എന്ത് ചെയ്യാറുണ്ട്? തെറ്റിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് എക്സ്പെൻസ്. ഇപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി 25,000. ഫിക്സഡ് എക്സ്പെൻസ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 15,000 ആണ്. ദ പ്രോഫിറ്റ് വിൽ ബി ₹10,000. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരിക ഓപ്ഷൻ C ആണ്, ₹10,000. ഓക്കെ.